പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കൃഷിയെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുക. കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ 24ലധികം സംസ്ഥാനങ്ങളിൽ 846ലധികം ജില്ലകളിൽ 256ലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി ഇന്ത്യയിലുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങളെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഈ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ്. തെങ്ങായിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, നമ്മുടെ പച്ചക്കറികളായിക്കോട്ടെ, ഫലവൃക്ഷങ്ങളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, ഇവയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ചെലവ് കുറഞ്ഞ നൂതന നാനോ സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. 85 47 66 66 22 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഒരിക്കൽ കൂടി നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർഷക സുഹൃത്തുക്കളെ, പ്രിയമുള്ള നെറ്റ്സർഫ് ഇടനെഞ്ചോട് കൂടി ചേർത്തവരെ, അതോടൊപ്പം തന്നെ ഇന്ന് നമ്മോട് കൂടിയുള്ളത് സാബു സാറെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം വരുന്നവരെ. ഞാൻ ചെയ്തോളാം സാർ. ഓക്കെ. അതോടൊപ്പം നമ്മളോട് എന്നുവെച്ച് നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ് എന്നതിലുപരി നമ്മുടെ ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയുടെ അനുഭവം കൂടെ നമ്മൾ ഇന്ന് വിവരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഒരു റിട്ടയർഡ് ഹെഡ്മാഷായ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എടൂർ എന്ന് പറയുന്ന സ്വദേശത്തെ പ്രിയപ്പെട്ട ജോർജ് തോമസ് സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് നമ്മളൊന്നിച്ച് ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ മുഴുവനായിട്ട് ഈ മീറ്റിംഗിൽ ഉണ്ടാവുക. കാരണം ഇത് ഉപയോഗിച്ചവരുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഗുണങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് പോകാൻ വേണ്ടി സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ട്രെയിനിങ് സെഷനിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ കാർഷിക മേഖലയിൽ ജൈവ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തനത് സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തിലെ നമ്പർ 1 കാർഷിക രാഷ്ട്രമായ ഇസ്രായേൽ എന്ന് പറയുന്ന, കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, അതിലുപരി 23ലധികം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ US-ലടക്കം തായ്ലാന്റിലും മലേഷ്യയിലും അടക്കം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യൻ കമ്പനിയുടെ വേരോട്ടം പതിപ്പിക്കുന്ന, ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്ന ഒരു 22 വയസ്സുള്ള സുജിത് ജെയിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇന്ന് 23 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 2000 ആരംഭിച്ച നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി ഓർഗാനിക് കാർഷിക സംസ്കാരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അത് കാർഷിക മേഖലയിൽ ബയോഫിറ്റ് എന്ന് പറയുന്ന, ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ബയോഫിറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ അതിലൂടെ ഉണ്ടാകുന്നു എന്നത് കർഷകരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ആ അനുഭവങ്ങളിലേക്ക് ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, തീർച്ചയായും നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുന്നത് വരെ, ഇത് ഏകദേശം 9:15 വൈൻഡപ്പ് ചെയ്യും. അപ്പൊ അതുവരെ നിങ്ങൾ അവിടെ ഉണ്ടാവണം. കർഷകരുടെ അനുഭവം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അത് നിങ്ങൾ അനുഭവം മനസ്സിലാക്കുക മാത്രമല്ല, അത് നിങ്ങൾ പ്രായോഗികതയിൽ വരുത്തുമ്പോഴാണ് അവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് ടെക്നോളജിക്കൽ യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാർഷിക മേഖലയും ആ ഒരു ടെക്നോളജിയിലേക്ക് മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് അവിടെ റിസൾട്ട് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു 3 പടം ഞാൻ വെറുതെ ഒന്ന് കാണിക്കുകയാണ്. നമ്മൾ ഇന്ന് ടെക്നോളജിയിലേക്ക് പോകുന്നതിന്റെ, അല്ലെങ്കിൽ പോകാത്തതിലുണ്ടായ വീഴ്ചയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ 3 കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുകയാണ്. അത് ഒന്നാമത് വരുന്ന, നമ്മളൊരു അംബാസഡറിന്റെ പിക്ചർ അവിടെ കണ്ടിട്ടുണ്ട്. രണ്ടാമത് നമുക്കറിയാം ഒരു നോക്കിയന്റെ ഫോണിന്റെ ഒരു പടം. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ കൊഡാക്ക് എന്ന് പറയുന്ന ഒരു ക്യാമറയുടെ പടം അവിടെ കാണുന്നുണ്ട്. ഇതിപ്പോ 3ഉം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു സംഭവമാണ്. 2013 കാലഘട്ടത്തിൽ അംബാസഡറിന്റെ കമ്പനി തന്നെ പൂട്ടിയിരുന്നു. നോക്കിയ എന്ന് പറയുന്ന ഒരു കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മൊബൈൽ ഫോൺ ഉപഭോക്താക്കളിൽ 80%-ലധികം കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു നോക്കിയ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഒരാളെ കയ്യിൽ പോലും നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല.
കൊഡാക് എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 ക്യാമറ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ഇന്ന് ലോകത്തിലെ 10ാം നമ്പറാണ്. അവരൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടെക്നോളജിയെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ ഒരു ടെക്നോളജിയെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതിരിക്കുമ്പോഴാണ് നമ്മുടെ കാർഷിക മേഖലയും നമുക്ക് തകരുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തെ നമുക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച്, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച്, ആ കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ കമ്പനിയുടെ അസോസിയേറ്റ് സ്ഥാപനങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അജയ് ബയോടെക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഓർഗാനിക് നമ്മുടെ ബയോഫിറ്റിന്റെ വളങ്ങൾ നിർമ്മിക്കുന്ന അജയ് ബയോടെക് എന്ന് പറയുന്ന 1990-ൽ സ്ഥാപിതമായ ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനം എന്ന് പറയുന്നത്. രണ്ടാമത് നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അതുപോലെ തന്നെ നമുക്ക് നെറ്റ്സർഫ് റിസർച്ച് ലാബ്. എല്ലാ ഉൽപ്പന്നങ്ങളും കർഷകരിലേക്ക് എത്തുന്നതിന് മുന്നേ റിസർച്ച് ലാബിൽ പരിശോധിച്ച് റിസൾട്ട് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അത് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന് 100% റിസൾട്ടും ഗ്യാരണ്ടിയോടും കൂടി കർഷകരിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മൈലാബ് എന്ന് പറയുന്നത്, കൊറോണ വന്നപ്പോൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു ലാബാണ് മൈലാബ് എന്ന് പറയുന്നത്. എന്താണ് മൈലാബിന്റെ പ്രത്യേകത? ലോകത്തിലെ തന്നെ 2ാമത്തെയും ഏഷ്യയിലെ നമ്പർ 1 ലാബുമായ മൈലാബ് ആയിരുന്നു കൊറോണ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് പോലും കൊറോണ കിറ്റുകൾ ഗവൺമെന്റിലേക്ക് കൊടുത്തുകൊണ്ട് 7,500 രൂപ വരെ ഉണ്ടായിരുന്ന കൊറോണ കിറ്റിന് 1000 രൂപയും 500 രൂപയും 250 രൂപയുടെ സെൽഫ് ടെസ്റ്റിംഗ് കിറ്റിലേക്ക് പോലും എത്തിക്കുവാൻ വേണ്ടി സാധിച്ചത് ഈ പറഞ്ഞ മൈലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ വൂഹു എന്ന് പറയുന്ന ഡയറി ഫുഡ് ബീവറേജിന്റെ ഒരു കമ്പനിയുണ്ട്. ഗ്രിൻ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡനിങ്ങിന്റെ കമ്പനി. അതുപോലെ തന്നെ നെക്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി കർഷകരിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ഇത്രയും കമ്പനികൾ കൂടുന്നതാണ് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അത് നിങ്ങളോട് പറയാൻ വേണ്ടി കാരണം ഇതൊരു കമ്പനി മാത്രമല്ല, അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പല കമ്പനികൾ ചേരുന്നതാണ് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റിലേക്ക്, ഇന്ത്യൻ റെയിൽവേയിലേക്കും ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലേക്കും സോഫ്റ്റ്വെയറുകൾ പോലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ US ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. US എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ഓർഗാനിക് കാർഷിക രാജ്യമാണ്. ആ ഓർഗാനിക് കാർഷിക രാജ്യത്തിലെ ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളെയാണ് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വിതരണം ചെയ്യുന്നത്. ഇസ്രായേലിലെ ടെക്നോളജിയിലൂടെയുള്ള ആധുനിക വളപ്രയോഗമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 100% റിസൾട്ടോടുകൂടി നമുക്ക് ഇതിലൂടെ പോകുവാൻ വേണ്ടി പറ്റും, കർഷകർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നതിൽ ഒരു തർക്കവും വേണ്ട, ഒരു സംശയവും വേണ്ട. അത് നമുക്ക് പതിയെ മനസ്സിലാക്കാം. ഇത്രയും കമ്പനികൾ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നമ്മുടെ കമ്പനിയെ റെക്കഗ്നൈസ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ദി ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായ്, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ കർഷകരിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്ന് നമുക്ക് 100% ആത്മാർത്ഥതയോടുകൂടി ഓരോ കർഷകരിലേക്കും പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്നിവിടെ നമ്മുടെ ബയോഫിറ്റിന്റെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഇവിടെ വിവിധ കളറുകളിലുള്ള കുറെ കുപ്പികളാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം ഖരാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്ക് നമ്മൾ ചൂട് മാറ്റുമ്പോൾ, ടെക്നോളജിയിലേക്ക് നമ്മൾ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? 25% മുതൽ 40% വരെ നമുക്ക് ലേബർ കോസ്റ്റ് കുറക്കുവാൻ വേണ്ടി സാധിക്കും. 25% മുതൽ 50% വരെ നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. 50% വരെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനി പറയുന്നത് പക്ഷെ 100%-ലധികം ഈൽഡ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കർഷകർക്ക് സാധിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. അതിൽ നമുക്ക് കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ, അല്ലെങ്കിൽ സസ്യത്തിന് വളരെ അനുയോജ്യപ്രദമായ, ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാ ഘടകങ്ങളും ഇതിൽ ചേരുന്നത് കൊണ്ട് തന്നെ വേറെ വളപ്രയോഗത്തിന്റെ ആവശ്യമില്ലാതെ ചുരുങ്ങിയ ചെലവിൽ ലേബർ കോസ്റ്റ് അടക്കം കുറച്ചുകൊണ്ട് നമുക്ക് വളപ്രയോഗം ചെയ്യാം. 2, നമുക്കിതില്
വിളവ്, ഞാൻ പറഞ്ഞത് വിളവ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് ഫംഗസിനെയും കീടങ്ങളെ പോലും മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ വളപ്രയോഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നതാണ്. അതിൽ തന്നെ ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, മിനറൽസ്, വാട്ടർ, ലൈറ്റ് എനർജി തുടങ്ങിയവയൊക്കെയാണ് ഒരു പ്ലാന്റിന്റെ, ഒരു സസ്യത്തിന്റെ ഫുഡിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിന് അടിസ്ഥാനപരമായ കാര്യം സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോ സ്റ്റിമുലൻസ് എന്നിവയാണ്. ഇവയെല്ലാം അടങ്ങിയ ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ പറഞ്ഞു 3 ഘടകങ്ങളാണ് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഒരു സസ്യത്തിന് വേണ്ടത്. അതിൽ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നതാണ് നമ്മുടെ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ആ മൂലകങ്ങൾക്ക് തന്നെ 14 മൂലകങ്ങളാണ് നമ്മുടെ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞത്. അതിൽ തന്നെ പ്രധാന മൂലകങ്ങൾ, ഉപപ്രധാന മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ പ്രധാന മൂലകങ്ങളായിട്ട് വരുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ കാർഷിക മേഖലയിൽ ഇടപഴകുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്നത്. നമ്മൾ ഈ യൂറിയ, മഷൂറി, പൊട്ടാഷ് ഇന്ന് കൃത്രിമമായിട്ടല്ല രാസവളം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു രാസവളം നമ്മുടെ സസ്യങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുക എന്ന് പറയുന്നതിന് അർത്ഥം കൃത്രിമമായി ശ്വാസം കൊടുക്കുക എന്ന് പറയുന്നതാണ്. ആ കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നത് പോലെ തന്നെയാണ് സസ്യത്തിന് രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിന്റെ പ്രതലത്തിലുള്ള സൂക്ഷ്മജീവികളെയും സൂക്ഷ്മാണുക്കളെയും മണ്ണിരകളെയും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ രാസവളം കൃത്രിമമായി കൊടുക്കുമ്പോൾ അതിന് വരുന്ന റിസൾട്ടിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് 1970 കാലഘട്ടങ്ങളിൽ രാസവളം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കുകയും കൂടുതലായിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് പോവുകയും ചെയ്തു. പക്ഷേ വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ മണ്ണിന്റെ ഘടനയിലുണ്ടായ വ്യത്യാസം മൂലം രോഗങ്ങൾ സസ്യങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. മണ്ണിരയില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. സൂക്ഷ്മ ജീവികളും അതോടൊപ്പം തന്നെ സൂക്ഷ്മാണുക്കളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി മണ്ണിൽ തന്നെ നിർജീവമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നോക്കാം. സസ്യത്തിന്റെ ഏറ്റവും പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വരുന്നത് മൊബിലൈസിൻ ഫിക്സേറ്റിംഗ് ബാക്ടീരിയകൾ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ്. അതായത് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ നാച്ചുറലായി, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്രിമമായിട്ടല്ല, നാച്ചുറൽ ആയിട്ട് ഒരു 30 വർഷം 40 വർഷം മുന്നേ ഉള്ള നമ്മുടെ മണ്ണിൽ ഉണ്ടായിരുന്നത് പോലെ സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ആ മണ്ണിൽ നടക്കുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. 78% നൈട്രജൻ ആണ് ഇന്ന് അന്തരീക്ഷത്തിലുള്ളത്. ആ നൈട്രജനെ സസ്യത്തിന് ലഭിക്കുന്നത് നൈട്രജനെ സ്വന്തമായി സ്വീകരിക്കുവാൻ സസ്യത്തിന് സാധിക്കില്ല. ആ സസ്യത്തിന് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റിയാലാണ് സാധിക്കുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പയറ് ചെടിയുടെ അടിയിൽ ഒരു കുമിള പോലെ വേരുകളിൽ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള ബാക്ടീരിയകളാണെന്നാണ് പറയുന്നത്. അപ്പോ ആ ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയകളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ ഈ നൈട്രജൻ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിലൂടെ സാധിക്കും. ചെറിയൊരു ഉദാഹരണം നോക്കാം. ഒരു മനുഷ്യന്റെ ഒരു കഴിവിനെ നമുക്കൊന്ന് നോക്കാം. മനുഷ്യന് അന്തരീക്ഷത്തിൽ പല മൂലകങ്ങൾ ഇന്നുണ്ട്. പക്ഷെ മനുഷ്യൻ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജൻ എന്ന് പറയുന്ന ഒരു മൂലകമാണ്. അത് നമ്മുടെ ഒരു കഴിവാണ്. ആ ഒരു കഴിവിനെ പോലെയാണ് ഈ പറയുന്ന ബാക്ടീരിയകളെ നമ്മള് ഈ മണ്ണിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നാച്ചുറൽ ആയിട്ടുള്ള സസ്യത്തിന് ഇന്ന് അനുഭവിക്കുന്ന മൂലകങ്ങളുടെ പ്രതിസന്ധി മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സസ്യത്തിന്റെ ആരോഗ്യത്തെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ നമുക്ക് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. വരുന്ന തലമുറയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്.
അപ്പോ വരുന്ന തലമുറയ്ക്ക് വലിയൊരു മെസ്സേജ് നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരും കാർഷിക മേഖലയിലേക്ക് കടന്നുകൂറാൻ തയ്യാറാവുന്നു. ഇന്ന് കാർഷിക മേഖലയിൽ കടന്നു വരാൻ ആൾക്കാർ തയ്യാറാവാതിരിക്കുമ്പോൾ അതിനെയൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ പറഞ്ഞ NPK എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിനോ ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു, അസിറ്റോബാക്ടർ ബാക്ടീരിയ എന്ന് പറയുന്നതാണ് ഈ പ്രധാന മൂലകങ്ങൾക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നാച്ചുറൽ ആയിട്ട് മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ ഒരു ഘടകമാണ് നമ്മൾ പറഞ്ഞത് ഷേത്ത് എന്ന് പറയുന്നത്, അല്ലെ? ഷേത്ത് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഘടനയെ മാറ്റുവാൻ, മണ്ണിനെ എൻഹാൻസ് ചെയ്യുവാനുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻസിന്റെ അല്ലെങ്കിൽ 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന മിശ്രിതത്തിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. 5 ടണ്ണ് കാലിവളം, ഉദാഹരണം നോക്കുവാണെങ്കിൽ 50 കിലോയുടെ 100 ചാക്ക് വളം നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എത്ര എക്സ്പെൻസ് നമുക്ക് വരും? ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ടെക്നോളജിയെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട അടിയിലത്തെ ഒരു പോയിന്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം. ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇന്ന് മണ്ണിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം മണ്ണിരകളുടെ ആവാസയോഗ്യമായ ഒരു പ്രതലമല്ല ഇന്ന് ആ മണ്ണിലുള്ളത്. അതുകൊണ്ട് തന്നെ അവ താഴോട്ടാണ് പോകുന്നത്, മുകളിലോട്ട് സഞ്ചരിക്കുന്നില്ല. ആ താഴോട്ട് പോകുന്ന മണ്ണിരകളെ മുകളിലേക്ക് എത്തി സസ്യത്തിന് ആരോഗ്യപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രതലത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഷേത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. മണ്ണിരകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കർഷകന്റെ ഒരു മിത്രമാണ് മണ്ണിരകൾ. താഴോട്ട് മുകളിലോട്ട് സഞ്ചരിച്ച് മണ്ണിന് വായു സഞ്ചാരം ഉണ്ടാക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു മണ്ണിരയെ രണ്ടാക്കി കഷണം ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡും ജീവിക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിര എന്ന് പറയുന്നത്. ആ മണ്ണിരകളെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മണ്ണിന് വായു സഞ്ചാരം കൂട്ടിക്കൊണ്ട് മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഷേത്തിലൂടെ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് മണ്ണിന്റെ pH ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഒരുപക്ഷെ കഴിഞ്ഞ വർഷം കൊടുത്ത വളങ്ങൾ ഇപ്രാവശ്യം എനിക്ക് പല കോളുകളും വരാറുണ്ട്. കേരളത്തിൽ ഉടനീളം ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ പലപ്പോഴും പല കർഷകരും പറയാറുണ്ട്, ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച എന്റെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച വളം ഇപ്പോഴും എന്റെ മണ്ണിൽ തന്നെ കിടക്കുവാണ്, ദഹിച്ചു പോകുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ്? മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് ദഹിക്കാത്തത്. ആ pH ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മണ്ണിന്റെ 6.5 to 7.5 pH ലെവലിനെ എത്തിച്ച് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ സസ്യത്തിന് ആഗിരണം ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഷേത്തിലൂടെ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുന്നു. 3 പ്രത്യേകതകളാണ് ഷേത്ത് ഉപയോഗിക്കുമ്പോൾ. മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ മണ്ണിന്റെ വളക്കൂറിനെ മാറ്റുന്നു, മണ്ണിന്റെ ഘടനയെ മാറ്റി സസ്യത്തിന്റെ ആരോഗ്യത്തെ, നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റത്തെ, പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ സസ്യത്തിന് എല്ലാ സസ്യങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്ന ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുമ്മായം പോലും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യകതയില്ല. കുമ്മായം എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ്, കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന രാസപദാർത്ഥം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ പ്രതലത്തിലുള്ള സൂക്ഷ്മജീവികളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണുള്ളത് ചെയ്യുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ NPKയുടെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ 4 പാത്രത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് കക്കപ്പൊടിയിലും അതുപോലെ തന്നെ ഡോളോമേറ്റിലും ഉണ്ടായ മണ്ണിരകൾ മരിച്ചു പോവുകയും കുമ്മായത്തിലും അതുപോലെ തന്നെ ഡോളോമേറ്റിലും ഉണ്ടായ മണ്ണിരകൾ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു. അത്രയ്ക്കും നമ്മുടെ ജീവജാലങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്, നമ്മൾ ആദ്യത്തെ ഘടകത്തെ പറിച്ചു മൂലകങ്ങളുടെ ഒരു ഘടകങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗത്തിനുള്ളത് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. ചാണകവെള്ളത്തിന്റെ എസൻസ് അടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസിനെ ഷേത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച്, ഇതിൽ തന്നെ അതിന്റെ പേരുണ്ട്, സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്.
നമ്മുടെ സസ്യത്തിനെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് നമുക്ക് സസ്യത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സസ്യത്തിന്റെ റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. എന്താ റൂട്ട് ടു ഫ്രൂട്ട്? നമുക്കറിയാം സസ്യത്തെ സംബന്ധിച്ചിടത്തോളം 2 വേരുകളാണുള്ളത്. ഒന്ന് കറുത്ത വേര്, 2 വെളുത്ത വേര്. ഈ കറുത്ത വേരുകൾ എന്ന് പറയുന്നത് സസ്യത്തിന്റെ തായ് വേരാണ്. അത് വെള്ളം ശേഖരിക്കാനുള്ള വേരുകളാണ്. വെളുത്ത വേര് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സ്വീകരിക്കുന്ന ഒരു വേരാണ് വെളുത്ത വേര് എന്ന് പറയുന്നത്. ഈ വെളുത്ത വേരുകൾ ഇന്ന് സസ്യത്തിനെ കാണാത്ത ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഈ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സ്റ്റിംറിച്ചിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാവ്, അതുപോലെ തന്നെ പ്ലാവ് പോലുള്ള നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ സസ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സസ്യങ്ങളുടെ വേരുകൾ പല സ്ഥലങ്ങളിൽ പോയി, ദൂര സ്ഥലങ്ങളിൽ പോയി പോഷകാഹാരങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ബാക്കി വരുന്ന എല്ലാ നമ്മുടെ വിളകളും, തെങ്ങായാലും കവുങ്ങായാലും, അതിന്റെ ഇലകൾ എവിടം വരെയാണ് പോകുന്നത്, അവിടം വരെയാണ് വേരുകൾ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. ആ വേരുകൾ സഞ്ചരിക്കുമ്പോൾ മണ്ണിൽ പ്രതലത്തിൽ പോഷകാഹാരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ വേര് മുരടിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരികയും അത് സസ്യത്തിന്റെ ഈൽഡിനെ പോലും ബാധിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വരുമ്പോൾ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നം നമ്മുടെ മൂലകങ്ങളെയും വളങ്ങളെയും കൃത്യമായി അപ്ലൈ ചെയ്യുമ്പോൾ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ച് കൃത്യമായി പോഷകാഹാരങ്ങൾ സസ്യത്തിനെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ റൂട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നു, കാണ്ഡത്തെ സ്വാധീനിക്കുന്നു, കാണ്ഡത്തെ സൈസ് വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ കാഠിന്യത്തെ കൂടുതലായിട്ട് അത് ഒടിഞ്ഞു പോവാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്റ്റിംറിച്ചിലൂടെ സാധിക്കുന്നു. ഇലകളുടെ സൈസിനെയും ഫോട്ടോസിന്തസിനെയും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കായയുടെ സൈസ് ഒരേപോലെ കിട്ടുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് റബ്ബറിന്റെ ഒക്കെ ആണെങ്കിൽ പാല് ഒരേ അളവിൽ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി സാധിക്കുന്ന കർഷകന്റെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് NPK ക്ഷയത്തിന്റെ കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നമുക്കൊന്ന് നോക്കാം. ഈ സ്ക്രീനിന്റെ ഇടതുവശത്ത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാത്തതും വലതുവശത്ത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതുമാണ്. തീർച്ചയായിട്ടും അതിന്റെ ഉപയോഗിക്കാത്തതിന്റെ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സീഡ് ജനറേഷനിൽ നമുക്കറിയാം 60 മുതൽ 70% വരെ മറ്റു രീതിയിൽ മുളയ്ക്കുമ്പോൾ 90 മുതൽ 92% വരെ നമ്മളത് മുളയ്ക്കുന്നു. അതുപോലെ തന്നെ വേരോട്ടം നമുക്ക് കാണാൻ വേണ്ടി, വെളുത്ത വേരുകളുടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ലീഫിന്റെ ആയാലും അതിന്റെ വളർച്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്തിലും വെളുത്ത വേരുകൾ നമ്മൾ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് നമുക്ക് കാണാം. ഫ്ലവറിംഗ് സ്റ്റേജിൽ നമുക്ക് കാണാം ഒരേ സൈസിലുള്ള ഫ്ലവർ ഒരേപോലെ പുഷ്പിക്കുകയും ഒരേപോലെ കായ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ കായയുടെ നമുക്ക് താഴെ മുതൽ മുകൾ വരെയുള്ള എല്ലാ കായകളും ഒരേ സൈസിലായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റിംറിച്ച് കൊടുത്ത്. ഇത് അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മൂലകത്തിന് വേണ്ടി, അതുപോലെ വളപ്രയോഗം അത് ഗ്രോത്തിന് വേണ്ടി NPK, ക്ഷേത്ത്, സ്റ്റിംറിച്ച് എന്നിവ നമ്മൾ കണ്ടു. അതായത് നമ്മളെ ഗമ്മർ സ്പ്രെഡറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 0.3 ml മാത്രമാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത്. അതായത് 3 ലിറ്റർ വെള്ളത്തിൽ മാത്രമാണ് ഇത് 1 ml എന്നുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടത്. സ്പ്രേ ചെയ്യുമ്പോൾ മാത്രം സ്റ്റിംറിച്ചിന്റെ കൂടെയും ഇൻടാക്റ്റിന്റെ കൂടെയും വലിയ മഴ വരുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയിൽ മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ വാഴയ്ക്ക് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മൾ സ്റ്റിംറിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ ഇലകളിൽ വെള്ളം ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവില്ല. കാരണം നമ്മൾ വാഴയുടെ തിരിയിലേക്കൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് പടർന്നു പോകും. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇലകളിലെ അടിയിലേക്ക് കൂടെ പോകണം എന്നുണ്ടെങ്കിൽ വാഴയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബയോ-90 അതായത് ഹൈലി എഫക്റ്റീവ് സിലിക്കൺ ബേസ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് സ്പ്രെഡർ ആൻഡ് ഗമ്മറുമായിട്ടുള്ള ബയോ-90 എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ഇലകളുടെ pH ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ബയോ-90 എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ വളപ്രയോഗത്തിനുള്ളതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ. ഒന്ന്, ഇത് ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ്, സ്പ്രേയർ അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. 2, നമ്മൾ വളപ്രയോഗം ചെയ്ത ഒരു തോട്ടമാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അതായത് വേറെ വളപ്രയോഗങ്ങൾ കൊടുത്തതാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വളപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. വേറെ കീടനാശിനി കൊടുത്തതാണെങ്കിലും 15 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വളപ്രയോഗങ്ങൾ കൊടുക്കുവാൻ വേണ്ടി പാടുള്ളൂ. നമ്മുടെ വളപ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ മറ്റു വളപ്രയോഗങ്ങൾ കൊടുക്കേണ്ട ആവശ്യകതയില്ല, വേണമെങ്കിൽ കൊടുക്കുവാൻ വേണ്ടി
പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് കെമിക്കൽ ഉപയോഗിച്ച ഡ്രം സ്പ്രെയർ മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ അത് നമുക്ക് ഉപ്പ്, കല്ലുപ്പ്, പുളി, അതുപോലെ തന്നെ മഞ്ഞൾ ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ കഴുകി നമ്മൾ വൃത്തിയാക്കിയെങ്കിൽ മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാൻ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി നമുക്ക് ആ ഡ്രമ്മുകളെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. സോപ്പ് പൊടിയോ ഉപയോഗിച്ചതുപോലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കീടനാശിനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ബയോ പെസ്റ്റിസൈഡ് എന്ന് ഉപയോഗിക്കുന്ന ഇൻടാക്ട് എന്ന് പറയുന്ന പ്രതി. തികച്ചും ഇക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ മനുഷ്യർക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ ഒരു പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കീടങ്ങളെ, കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഇൻടാക്ട് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കീടങ്ങൾക്ക് വളരെ നല്ല ഒരു ഒരു ഭക്ഷണത്തിന്റെ നല്ലൊരു സ്മെല്ല് ലഭിക്കുകയും അത് കഴിക്കുവാൻ വേണ്ടി വരികയും അത് കഴിക്കുമ്പോൾ അതിന്റെ വായ തമ്മിൽ ഒട്ടിപ്പിടിച്ച് മരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാസകീടനാശിനി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് നമ്മളെ കീടങ്ങളെ മാറ്റം വരുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ മാറുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വാവിന്റെ പിറ്റേ ദിവസം നമ്മൾ അടിക്കുന്ന സമയത്ത് ഒരു വാവിന്റെ പിറ്റേ ദിവസം വേണം നമ്മൾ ഇത് അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു വാവിന്റെ പിറ്റേ ദിവസമാണ് കീടങ്ങള് മുട്ടയിടുന്നതിന് വേണ്ടി ഇലകളിലേക്ക് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇൻടാക്ട്. കീടങ്ങൾ, കണ്ണിൽ കാണുന്ന നമ്മുടെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ, മുഞ്ഞ അതുപോലെ തന്നെ ഉറുമ്പിനെ പോലും നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കർഷകർ അനുഭവിക്കുന്ന അടുത്തൊരു പ്രോബ്ലത്തിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷനാണ് റാപ്പപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിലൂടെ ഫംഗിസൈഡായി നമുക്ക് കർഷകരിലേക്ക് എത്തിക്കുന്നത്. കാരണം കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫംഗസിന്റെ ആക്രമണം എന്ന് പറയുന്നത്. ആ ഫംഗസിന്റെ മഹാളി ആയിക്കോട്ടെ, ചീച്ചിലായിക്കോട്ടെ, അഴുകളായിക്കോട്ടെ, അതിനെയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി ഒരു പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ്. അതിനൊരു ആവരണം പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഫംഗസിൽ നിന്നും വൈറസിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി സസ്യത്തിന്റെ നാച്ചുറൽ ആയിട്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാച്ചുറൽ ആയിട്ട് നമുക്ക് ആ ഒരു ഡിഫൻസ് സിസ്റ്റത്തെ അല്ലെങ്കിൽ അതിന്റെ ഫംഗസിനോടുള്ള പ്രതിരോധത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. കാരണം റാപ്പപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മഞ്ഞളിപ്പിൽ പോലും, അടയ്ക്കയ്ക്ക് പൊഴിയുന്നതിൽ പോലും മാറ്റങ്ങൾ, അല്ലെങ്കിൽ റബ്ബറിന് ചീച്ചലിന് പോലും മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ ഇത് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തികച്ചും ഓർഗാനിക് ആണ്, കെമിക്കൽ അല്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തുരിശായാലും COC ആയാലും പോലും അവയൊക്കെ കെമിക്കൽ ആയ ഒരു പദാർത്ഥങ്ങളാണ്. അവയൊക്കെ മാറ്റം വരുത്തി ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കേണ്ടത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിലാണ്, നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്തൊരു ഉൽപ്പന്നമാണ് നമ്മുടെ എൻകൗണ്ടർ എന്ന് പറയുന്നത്. കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, വീട് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇന്ന് ഒരു പക്ഷേ മറ്റുള്ളവരെല്ലാം ഉപയോഗിക്കുന്ന നിരോധിച്ച റൗണ്ടപ്പ് പോലുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ പോലും ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഉൽപ്പന്നത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെയധികം നമ്മുടെ ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിലും നമുക്ക് അഭിമാനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്ന വീട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ അടുത്ത നമ്മുടെ ഉൽപ്പന്നം പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന 36ലധികം വിറ്റമിൻസും മിനറൽസും പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്സും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC പ്ലസ് എന്ന് പറയുന്നത്. പശുക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി, പശുക്കളുടെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പശുക്കളുടെ മെറ്റബോളിസം ചേഞ്ച് ആക്കുന്നതിന് വേണ്ടി, ചാണകത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC പ്ലസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെയധികം പശുക്കളിൽ മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ടൊക്കെ നമ്മൾ പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് അഴിച്ചുവിട്ടായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ കെട്ടിയിട്ടാണ് വളർത്തുന്നത്. ആ കെട്ടിയിട്ട് വളർത്തുമ്പോൾ പശുക്കൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെയൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഉൽപ്പന്നത്തിലൂടെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക് ദഹന പ്രക്രിയ പോലും കൃത്യമായി നടത്തിക്കൊണ്ട് പാൽ ഉൽപാദനം നല്ല രീതിയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. ഇത് 10 മുതൽ 15 ഗ്രാം വരെ കൊടുക്കാം. ഇത് കോഴികൾക്കും കുതിരയ്ക്കും ആടിനും എല്ലാ പക്ഷി മൃഗാദികൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC പ്ലസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട്
ഇന്ന് ഫിഷ് ഫാമിംഗ് നടത്തുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഒന്ന് അക്വാ ഫീഡ്, അതായത് ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റ്, നമ്മുടെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അടങ്ങി മീനുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അക്വാ ഫീഡ് എന്ന് പറയുന്നത്. ജലത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്വാ ക്ലിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണ്ണിന്റെ pH ലെവൽ പോലെ തന്നെ ജലത്തിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. ഇത്രയും അടങ്ങിയ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന് പറയുന്ന ഭൂമിയിലെ സർവ്വ ചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത്. അത് ഇനിയാണ് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് സാറിന്റെ അനുഭവം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ 4 മാസമായി ഇത് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ റബ്ബറിൽ വളരെ മികച്ച റിസൾട്ട് കഴിഞ്ഞ ജോർജ് സാറിന്റെ അനുഭവം ഇതോടൊപ്പം ഉണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു അനുഭവമാണ്, കർഷകന്റെ അനുഭവം. ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ് നമ്മളോട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ എടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട റിട്ടയർഡ് അധ്യാപകനും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ നല്ല രീതിയിൽ നോക്കിക്കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജോർജ് തോമസ് സാർ നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം കർഷകരിലേക്ക് വിവരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ജോർജ് സാർ, വളരെയധികം നമസ്കാരം. നമ്മളൊന്നിച്ച് ഈ ഒരു സമയം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി നമുക്ക് തന്നതിൽ വളരെയധികം നന്ദിയും കടപ്പാടും വളരെ അർപ്പിക്കുകയാണ്. സാറിനെ പോലുള്ളവരുടെ അനുഭവങ്ങളാണ് ഇനി വരുന്ന കർഷകരിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ച് അവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുവാനും മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഒരിക്കൽ കൂടി വളരെ നന്ദിപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം സാറിനെ ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സർ. നമസ്കാരം സാർ. 40 വർഷമായി ഞാൻ റബ്ബർ കൃഷി മേഖലയില് ഏർപ്പെട്ടിട്ട് സാധാരണയായി ഞാൻ യൂറിയ, പൊട്ടാഷ്, മഷൂറി ഇത് മണ്ണ് പരിശോധിക്കും. ഓരോ 3 വർഷം കൂടുമ്പോഴും പരിശോധിച്ചിട്ട് ഈ വളമാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അത് ഇടുക എന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇത് കറക്റ്റ് അളവിൽ എത്ര മരമുണ്ട് അതിന് കണക്കാക്കി അതിന്റെ തൂക്കം എടുത്ത് യൂറിയയും പൊട്ടാഷും മഷൂറിയും അത് മിക്സ് ചെയ്ത് പണിക്കാരെ കൂട്ടി തോട്ടത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞൊരു ഭാരിച്ച പണിയാണ്. അതിനുശേഷം ഓരോ മരത്തിനുള്ള അളവ് തൂക്കിയെടുത്ത് തോട്ടത്തിൽ എത്തിക്കുക. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്ന് മാത്രമല്ല അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും വളരെയധികം കൂടിക്കൂടി പോവുകയാണ്. നമുക്ക് റബ്ബറിന്റെ വില വളരെ താഴ്ന്നു നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരു തരത്തിലും ഒത്തുപോകാൻ, ടാപ്പിംഗ് കൂലിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഒത്തുപോകാൻ വിഷമമുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ നിതീഷ് സാറും വിവിധ കാർഷിക അവാർഡുകൾ ജേതാവുമായ ശ്രീ PK ജോസഫ്, ഞങ്ങളുടെ എടൂരുള്ള PK ജോസഫും കൂടി നമ്മുടെ വീട്ടിൽ വരികയും ഇത് ഈ ബയോഫിറ്റ് ഉൽപ്പന്നങ്ങള് NPK-നെ കുറിച്ചും നെറ്റ് സർഫിനെ കുറിച്ചും സ്റ്റീം റിച്ചും ഷെഡ് ഈ വളങ്ങളെ കുറിച്ച് അതിന്റെ ക്ലാസ് വീട്ടിൽ വന്ന് എടുത്തു തന്നു. അതനുസരിച്ച് ഞാന് എനിക്ക് ടാപ്പ് ചെയ്യുന്ന 400 ബെഡ് മരങ്ങളുണ്ട്. ആ 400 ബെഡ് മരത്തിന് വേണ്ടിയിട്ട് ഈ തന്ന ഒരു സെറ്റ് 5 ലിറ്ററാണ്. ഓരോ ലിറ്ററിന്റെ ആണ് NPK, ഓരോ ലിറ്റർ അത് 3 ലിറ്റർ, പിന്നെ സ്റ്റീം റിച്ചും ഷെഡും അങ്ങനെ 5 ലിറ്റർ, അത് 500 ലിറ്റർ. അപ്പൊ ഒരു മരത്തിന് 2 ലിറ്റർ വീതമാണ് നമ്മളത് ഒഴിക്കുന്നത്. സാധാരണ അതൊരു 200 ലിറ്റർ ഒരു കൂട്ടിന് 400 എല്ലാത്തിൽ നിന്നും എടുത്തിട്ട് 2 ലിറ്റർ ഒഴിച്ചിട്ട് അത് 200 ലിറ്റർ കൂട്ടി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കി 2 റബ്ബറിന്റെ ഇടയ്ക്ക് ഒരു കുഴി എടുത്തിട്ട്, ചെറിയൊരു കുഴി എടുത്തിട്ട് 2 ലിറ്റർ വീതം ഒഴിക്കുന്നു. അങ്ങനെ അങ്ങനെ ഒഴിച്ച് അപ്പൊ ഒരു റബ്ബറിന് നമുക്ക് 15 രൂപ 20 പൈസയെ ചെലവ് വരുന്നുള്ളൂ. നേരെ പറഞ്ഞ് രാസവളമാണെങ്കിൽ നമുക്ക് ഒരു 10-40-50 രൂപയുടെ അടുത്തെങ്കിലും വരും. അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഏതാണ്ട് 1-2 ആഴ്ചക്കുള്ളിൽ കഴിഞ്ഞ വർഷം എനിക്ക് 8 ഷീറ്റായിരുന്നു ലഭിച്ചിരുന്നത്. 400 മരത്തിന് 32 ഷീറ്റ്, അതായത് ഒരു 100 മരത്തിന് 8 ഷീറ്റ് എന്നുള്ള കണക്കിന്. അപ്പോൾ ഇപ്രാവശ്യം ഇത് ഒഴിച്ചതിന് ശേഷം എനിക്ക് 16 ഷീറ്റ് ലഭിച്ചു 100 മരത്തിന്. എന്ന് പറയുമ്പോൾ 400 മരത്തിന് 64 ഷീറ്റ് വരെ ലഭിച്ചു. അത് കൂടാതെ ഈ 2ാം പാലായിട്ട് കുറെ പാല് വന്നു. അത് നമ്മള് ഷെല്ലായിട്ടാണ് എടുത്തത്. ഈ 2ാം പാൽ വെട്ടുകാരനോട് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 400 മരം വെട്ടുന്ന
3 ദിവസത്തിലൊരിക്കൽ പെട്ടെന്ന് അവരോട് അത് എടുക്കാൻ പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് പൊടിച്ച് നമുക്കൊരു 5-6 കിലോ അതും കിട്ടി. അപ്പൊ അങ്ങനെ വെട്ടി ഒരു ഓർഡറായി ഇങ്ങനെ വരുന്ന സമയത്താണ് പെട്ടെന്ന് പുള്ളിക്ക് സുഖമില്ലാതെ ആയതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ബ്രേക്ക് ആയിപ്പോയി. പിന്നെ മഴയായിപ്പോയി. അപ്പൊ വീണ്ടും ഇപ്പൊ തുടങ്ങി അപ്പോഴേക്കും വീണ്ടും മഴയായി. അപ്പോ ഇത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ്സർഫിന്റെ ഈ ഇസ്രായേൽ ടെക്നോളജി വളം വളരെ ഉപകാരപ്രദമാണ്. അത് മാത്രമല്ല വർഷങ്ങളായി ഈ മരങ്ങളെല്ലാം നല്ല കൊഴുപ്പിൽ നിൽക്കുമ്പോൾ ശിഖരങ്ങൾ അപ്പാടെ ഒടിഞ്ഞു പോവുകയാണ് ഈ പിന്നെ ഇത് കൊണ്ട്. അപ്പൊ ഈ ഇത് ഒഴിച്ചതിന് ശേഷം ആ മരം ഒടിയുന്ന ഒരു ഇതങ്ങ് മാറി. അത് മാത്രമല്ല ഇല പിന്നെ മരുന്നടിക്കേണ്ട കാര്യമില്ല, ഇല പൊഴിയുന്നില്ല. പിന്നെ DRC, അപ്പോ എന്റെ ഷീറ്റ് ഒരു 650 ഗ്രാം ഒക്കെ ഉണ്ടായിരുന്ന ഷീറ്റിന് അതൊരു 700 ഗ്രാമായി. നമ്മൾ 2 ലിറ്ററാണ് ഒരു ഷീറ്റിന് നമ്മൾ ഒഴിക്കുന്നത്. അതൊരു 700 ഗ്രാമായി DRC നമുക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ പിന്നെ മൊത്തത്തില് ഈ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മള് ഈ തോട്ടത്തിൽ ഈ 5 ലിറ്ററിന്റെ പാത്രമായിട്ട് പോവുക, പിന്നെ വലിയൊരു ബാരല് ഘടിപ്പിക്കുക. പിന്നെ ഞാനിത് ഒഴിക്കുന്നതിനും ഇവർ ഇതൊക്കെ പറഞ്ഞാലും ഞാനൊരു 3-4 ആളുകളുടെ തോട്ടങ്ങളിൽ 2-3 വർഷമായി ഉപയോഗിച്ച ആളുകളുടെ തോട്ടത്തിൽ പോയി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അപ്ലൈ ചെയ്തത് എനിക്ക് നല്ല ഫലമാണ് ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. പിന്നെ ഞാൻ എന്റെ തെങ്ങിന് ഞാൻ 100 തെങ്ങുണ്ട്. ആ തെങ്ങിന് പിന്നെ ഞാൻ ഈ വളം ആദ്യത്തെ അത് 3 പ്രാവശ്യം ഒഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിൽ 5 ലിറ്റർ വീതം ഞാനിപ്പോ ഒഴിച്ചു. അതിനു മുമ്പ് ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് 1 കിലോ കുമ്മായം, 3 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1.5 കിലോ രാജ്ഫോസ്, 600 ഗ്രാം യൂറിയ, 1 കിലോ പൊട്ടാഷ്, 500 ഗ്രാം മാഗ്നീഷ്യം, ഇതൊക്കെയായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വില കണക്ക് കൂട്ടിയാൽ തന്നെ പിന്നെ 3 വാട്ട ചാണാൻ തെങ്ങിന്റെ ചോട്ടിലെത്തണമെങ്കിൽ 150 രൂപ 60 രൂപ വെച്ച്. ഇതിപ്പോ 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം 5 ലിറ്റർ വീതം ഒഴിച്ചാല് ഒരു തെങ്ങിന് നമുക്ക് ആകെ വരുന്ന ചിലവ് 114 രൂപയേ ഉള്ളൂ. മറ്റേ ഈ വളങ്ങൾ, ഞാൻ ഈ പറഞ്ഞ വളങ്ങളെല്ലാം കൂടെ കണക്കൂട്ടി ഇടുകയാണെങ്കിൽ ഒരു 100-300 രൂപയുടെ അടുത്തുള്ള പിന്നെ തെങ്ങിന്റെ ചുവട്ടില് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് ഈ തെങ്ങിന് ഞാനിപ്പോ ഇത് ഉപയോഗിച്ചതേ ഉള്ളൂ. അതിപ്പോ നമുക്കൊരു 3 വർഷം കഴിഞ്ഞാൽ തെങ്ങിന്റെ ഫലത്തെ കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. അതുപോലെ ഞാൻ കവുങ്ങ്, എനിക്കൊരു 250 കവുങ്ങുണ്ട്. ആ കവുങ്ങിന് ഇപ്പൊ 2 വർഷം ആയതേ ഉള്ളൂ. അതിന്റെ ചുവട്ടിൽ ഞാൻ 2 ലിറ്റർ വീതം ഒഴിച്ചു. ആ കവുങ്ങിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആ മഞ്ഞ കളർ പോലെ അതെല്ലാം അങ്ങ് മാറി ഒരു കറുത്ത ഇരുണ്ട് നല്ല കരുത്തോടു കൂടി പിന്നെ വരുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേൽ ടെക്നോളജി വളം പിന്നെ വളരെ നല്ലതാണ്. എന്നോടൊപ്പം എന്റെ ഒരു സുഹൃത്തായ പ്രിൻസിപ്പൾ PJ പോൾ സാറ്, പിന്നെ ഒരു AD ജോസ് സാറ്, പിന്നെ ഇപ്പൊ നമ്മൾ മുൻപില് പറഞ്ഞ മഠത്തിനകത്ത് ബെന്നി സാറ്, ഇവരെല്ലാം ഞങ്ങൾ ഒന്നിച്ച് കുറെ ആളുകൾ ഉപയോഗിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്കെല്ലാം നല്ല ഗുണമാണ്. ഇത് വാങ്ങി ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. തീർത്തും പരിസ്ഥിതിക്ക് അനുകൂലമാണ്. പിന്നെ കവുങ്ങിന്റെ ഒക്കെ ചുവട്ടിൽ നമ്മൾ ഈ ഒഴിച്ച സ്ഥലത്തിലാണെങ്കിൽ ഈ മണ്ണിരകൾ ഇങ്ങനെ കുത്തി ഇളക്കി ഇങ്ങനെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന നിതീഷ് സാറും PK സാറും അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് ഈ കാര്യത്തില്. ശരി സാറേ, നിതീഷ് സാറേ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ജോസ് സാറിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം സാർ ഇത് ഹൃദയത്തിൽ നിന്ന് വാക്കുകളാണ്. കാരണം ഏകദേശം 40 വർഷത്തിലധികമായി റബ്ബർ കാർഷിക മേഖലയിൽ കൃഷിയിൽ വളരെയധികം നോക്കുന്ന ഒരു അധ്യാപകൻ കൂടി ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം. ആ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോഴും ആ ഒരു എനർജി, നമുക്ക് കൃഷിയിൽ ഇടപെടുന്ന ഒരു എനർജി നമുക്ക് കാണാം. PK ജോസ് സാറൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെയാണ് നമ്മുടെ ആ ഒരു കർഷകരുടെ അനുഭവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഓരോരുത്തർക്കും കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതില് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ അവസാനത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. മറ്റൊന്നല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെറിയ സമയത്തിനുള്ളിൽ, നമ്മളിപ്പോ സമയം 9:19 ആണ്, വെറും ഒരു 5 മിനിറ്റ് സമയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ കാർഷിക മേഖലയിൽ വളരെയധികം നമ്മുടെ ഉൽപ്പന്നങ്ങൾ 1 വർഷം 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ജോസ് സാറുണ്ട്, ഉപയോഗിക്കുന്ന ജോർജ് സാറുണ്ട്, അതുപോലെ തന്നെ ബെന്നി സാറുണ്ട്, നമ്മുടെ എടൂരിലെ നമ്മുടെ അനുഭവം പങ്കുവെച്ച, അതുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ സാബു സാർ അടക്കമുള്ള മറ്റേ സേതുമാധവൻ സാർ അടക്കമുള്ള നിരവധിയായിട്ടുള്ള അനീഷ് സാർ അടക്കമുള്ളവരെ ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റൊന്നുമില്ല, അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു ഉൽപ്പന്നം കാർഷിക മേഖലയിൽ വലിയൊരു വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള വളപ്രയോഗം നമ്മൾ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ നമ്മൾ വളപ്രയോഗം ചെയ്തിട്ടുണ്ട്. പക്ഷേ
അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് വളരെയധികം കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുവാൻ വേണ്ടി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കും. കർഷകരെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ് എന്ന് നമ്മൾ ഒരു ചെറിയ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാറുണ്ട്. നിരവധിയായിട്ടുള്ള വളപ്രയോഗം ചെയ്ത് മടുത്തവരാണ്. പക്ഷെ എങ്കിലും നമ്മൾ പറയുന്നത്, നിങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരാണെങ്കിലും നിങ്ങൾ ചെറിയൊരു ഭാഗം ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കുക. ഉപയോഗിച്ചും ഉപയോഗിക്കാതും വെച്ച് അതിന്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാം. പലപ്പോഴും പല ആൾക്കാരും 45,000 രൂപയുടെ SPCയുടെ വളങ്ങൾ വാങ്ങിച്ച് അല്ലെങ്കിൽ മറ്റു വളങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്നും ഗുണങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 45,000, 50,000, 1,00,000 രൂപ അതിനുവേണ്ടി മുടക്കിയപ്പോൾ നിങ്ങൾ ഒരു 5,000 രൂപ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്ന് മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഓരോ കർഷകരോടും പറയുന്നത്. അത് ഏറ്റെടുക്കുക, ഹൃദയപൂർവ്വം ഏറ്റെടുക്കുക. അതിൽ നമ്മൾ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാകും. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു ഓർഗാനിക് സംസ്കാരത്തെ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്ന ആപ്തവാക്യം മനസ്സിൽ പിടിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള ഈ പറഞ്ഞ രാസത്തിന്റെയും കീടനാശിനികളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കൊരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തി നല്ലൊരു നാളെ, നല്ലൊരു ജനതയെ പടുത്തുയർത്തി രോഗങ്ങളില്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു ചേരാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. അതോടൊപ്പം തന്നെ ചെറിയൊരു സെഷൻ നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളെ ഒന്നുകിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഇത് ഒരുപക്ഷെ ഇത് പല ആൾക്കാർ ഉപയോഗിച്ചവരുണ്ടാവാം ഇതിനു മുന്നേ. എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ജോസ് സാറൊക്കെ ഇവിടെ ഉണ്ട്. ജോസ് സാറൊക്കെ നിങ്ങളെ സഹായിക്കും. അതുപോലെ നമ്മുടെ ജോർജ് സാറൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നല്ല, ലേബർ കോസ്റ്റിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിക്കുക. അപ്പൊ ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചോദിക്കാം. ഹലോ. യെസ് സാർ, പേര് പറയൂ, അതോടൊപ്പം തന്നെ സ്ഥലവും പറഞ്ഞിട്ട് പറയൂ. ഞാൻ തലശ്ശേരിയാണ്. പിന്നെ എനിക്ക് ഈ പ്രോഡക്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? സാബു സാറിനെ വിളിച്ചിട്ട് ശരിക്കുള്ള റേറ്റ് ഒന്നും പറയുന്നില്ല. ഞാൻ ഒരു അടുക്കളത്തോട്ടാണ് ചെറുതായിട്ട്. ഞങ്ങൾക്ക് ഇത് വരുന്നത് നമുക്ക് 500 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അത് 4,695 രൂപയാണ് വരിക. അത് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നതിനനുസരിച്ച് 10 മുതൽ 25% വരെ ഡിസ്കൗണ്ട് കിട്ടും. അല്ല, എനിക്ക് 5 വേണം. NPKയും ഷേറ്റും സ്റ്റിംറിച്ചും കൂടെ. അത് സാബു സാറിനോട് വിളിച്ചാൽ സാബു സാർ നിങ്ങളോട് ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യും. നമ്പർ ഉണ്ടല്ലോ. ഞാൻ പുള്ളിക്ക് അയച്ചിട്ടുണ്ട്, നമ്പറും വിലാസവും ഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. സാബു സാർ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഹലോ. യെസ് സാർ, പറയൂ. പേര് സ്ഥലം ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. സാർ, എന്റെ പേര് കോശി മാത്യു. ഞാൻ ചെങ്ങന്നൂർ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. ഇവിടെ അടുത്ത് എവിടെ, ഈ ചെങ്ങന്നൂർ അടുത്ത് ഇതിന്റെ ഡീലർഷിപ്പ് എവിടെ ഉണ്ട്? നമുക്കിപ്പോ ഉള്ളത് കാസർഗോഡ്, വയനാട്, കോഴിക്കോട് തുടങ്ങിയ 3 സ്റ്റോക്ക് പോയിന്റിലാണ് കേരളത്തിലുള്ളത്. പക്ഷെ കേരളത്തിൽ എവിടെയും നമുക്ക് കൊറിയർ ത്രൂ നിങ്ങൾക്ക് എത്തിച്ചേരും. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അയക്കാൻ പറ്റും? എനിക്ക് കോൺടാക്ട് ചെയ്യുന്ന ഏത് നമ്പറിൽ ഇതിനെ? തീർച്ചയായും സാർ, ഒരു കാര്യം ചെയ്തോളൂ, എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. 8547 1 മിനിറ്റ് 8547 666622 66 6622. 2 66 ഉണ്ടോ? 2 66 8547 66 22. ഓക്കെ, ഞാൻ വിളിക്കാം. പേരെങ്ങനെയാണ്? നിതീഷ്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഹായ് നിതീഷ്, ഞാൻ സോളമൻ. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. നമസ്കാരം. ചെങ്ങന്നൂരുകാരൻ ഒരാൾ കണ്ടല്ലോ. അപ്പൊ ഞാനും അതിന് താല്പര്യമുള്ളവരാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സാപ്പിൽ തന്നാലേ. ഞാൻ ചെങ്ങന്നൂരിനടുത്ത് ഞാനും എന്റെ ചുനക്കര എന്ന് പറയും എന്റെ സ്ഥലം. കായംകുളത്തിനടുത്ത് ചുനക്കര. ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. ഐ വിൽ ഗെറ്റ് ഇൻ ടച്ച്. താങ്ക് യു. സാറേ, ഞാൻ റഷ്യത്ത് അരീക്കോട് എനിക്ക് കുടിത്തൂർ കൃഷിയാണ്. ഇത് കോഴിക്കോട് എവിടെയാണ് ഇതിന്റെ? കോഴിക്കോട് എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത്.
ഓക്കെ ഓക്കെ. പൊക്കാളി ട്രേഡേഴ്സ് എന്നാണ് പേര്. പൊക്കാളി ട്രേഡേഴ്സ്. പൊക്കാടി. പൊക്കാളി ശ്രീ പത്മനാഭസ്വാമി പത്മനാഭ ട്രേഡേഴ്സ്. ഓക്കെ ഓക്കെ. ഓക്കെ. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത, അല്ലെങ്കിൽ മീറ്റിംഗ് ലിങ്ക് ലഭിച്ചതിൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുമായിട്ട് ബന്ധപ്പെടാം. ഏത് സാഹചര്യത്തിലും എന്ത് സംശയത്തിനും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾക്ക് നെറ്റ്സർഫ് റിസൾട്ട് മലയാളം അടിച്ചു കഴിഞ്ഞാൽ ഓരോ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിന്റെ റെക്കോർഡ് വേർഷൻ യൂട്യൂബിൽ നാളത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മീറ്റിംഗിന്റെ റെക്കോർഡ് വേർഷനും അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഇത് നിങ്ങൾ ഉപയോഗിക്കുക, അതോടൊപ്പം മറ്റുള്ളവർക്കും കൂടെ ഇതിൽ സജസ്റ്റ് ചെയ്യുക എന്ന് മാത്രം ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, Anil ji. Sir, Okay, thank thank you. Sir, thank you.